വണക്കം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കളിക്കുന്ന എല്ലാ ലവന്മാരും അവസാനം പഴുത്ത് പുഴുത്ത് ചാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്, വിദേശത്തുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വേട്ടാവളിയിൽ ഇറങ്ങിയിട്ടുണ്ട്, എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് നേരത്തെ വന്ന സംഭവമാണ്. ഇവിടെയുള്ള എക്കും പൊക്കും അറിഞ്ഞുകൂടാത്ത കിഴങ്ങന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞാൽ മറ്റേ തുണ്ട് കഥയാണെന്നാണ്. സംഭവം ശരിയാണെങ്കിലും ഇതിനകത്ത് നരേന്ദ്രമോദിയുടെ പേര് കൊണ്ടുവരാനായിട്ട് ഒരുപാട് അവന്മാർ ശ്രമിച്ച്. ഇത് പണ്ട് മുതലേ ഇറങ്ങിയ ഒരു സാധനമാണ്. പിന്നെ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കൂടെ പോയി നരേന്ദ്രമോദി ഡാൻസ് കളിക്കുന്നു എന്നുള്ള സംഭവമാണ് യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ഫയൽസിൽ കൊണ്ടുവന്നത്. എന്തായാലും നമ്മൾ അമിത്ഷായും യോഗി ആദിത്യനാഥും കുംഭമേളയിൽ പോയി കുളിക്കണ സീനൊന്നും അവന്മാർ എടുത്തിടാത്ത ഭാഗ്യമായി പോയി. അങ്ങനെയാണെങ്കിൽ അതൊക്കെ വിദേശ രാജ്യത്ത് കിടന്ന് നല്ലപോലെ ഓടിയാനെ. അമിത്ഷാ ആണെങ്കിൽ തുണിയും മണിയില്ലാതെയാണ് കുംഭമേളയ്ക്ക് കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്. പിന്നെ സന്യാസിമാരുടെ കുളിക ഇറങ്ങുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ കുളിക ഇറങ്ങാൻ പറ്റും. എന്ത് തന്നെയായിരുന്നാലും യോഗി ആദിത്യനാഥാണെങ്കിൽ അവിടെ കിടന്ന് വെള്ളത്തിൽ കളിയായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ് കുംഭമേളയിൽ കിടന്ന് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത്. ഇതെല്ലാം കണ്ടെങ്കിൽ യവന്മാർ മറ്റേ ടൈപ്പിലൊക്കെ അടിച്ചിറങ്ങൂലായിരുന്നു. അതൊക്കെ പോട്ടെ, എന്തായാലും അതൊക്കെ അവിടെ നിന്നോട്ടെ. ഈ എപ്സ്റ്റീൻ ഫയൽസിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. നേരത്തെ ഒരുത്തനുണ്ടായിരുന്നു ഹിഡൻബർഗ് എന്ന് പറഞ്ഞ്, ഹിഡൻബർഗ് 2 കിലോ ഹിഡൻബർഗ് എന്നൊക്കെ പറഞ്ഞ് അച്ചടിച്ചു അടിച്ചു കലയെ നടന്ന കുറേ വേട്ടാവളിയന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വേട്ടാവളിയന്മാരൊക്കെ നിനക്കൊക്കെ ഇപ്പോൾ ഹിഡൻബർഗ് എവിടെയാണെന്ന് അറിയാമോ? പൂട്ടിപ്പോയി. അതൊക്കെ നരേന്ദ്രമോദി ഒന്ന് തൊട്ടവന്മാരെല്ലാം അണ്ടം വലിച്ച് കീറും എന്നുള്ള കാര്യത്തിൽ അതിന് കാലത്തിൻ്റെ കാവിനിധിയാണോ, അതിന് മോദിജി ഇനി കൽക്കിയുടെ വല്ല അവതാരം, അല്ലെങ്കിൽ അത് വേണ്ട. എന്ത് തന്നെയായിരുന്നാലും